എല്ലാവരും കണക്കാണ്. നിങ്ങൾ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് അവളിങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല പിള്ള ചമഞ്ഞാൽ അവൾ നല്ലവളാണെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. ഷാജി അപ്പൊ ഇവരെ കൊണ്ട് ഇപ്പൊ വലിയ ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിനകത്തുള്ളവരെ ഇവര് ശല്യം ചെയ്യാവുന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇവര് പുറമേ ഉള്ളവർക്ക് ശല്യം ചെയ്യൽ കുറവായിരുന്നു. ഇപ്പൊ എന്നാ അങ്ങനത്തെ ഒരു ശല്യവും കൂടെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വിഷയം എന്താന്ന് നോക്കണമെങ്കിൽ ഇപ്പൊ ഇവരുടെ ഈ ഒരു വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് പല രീതിക്കുള്ള ആൾക്കാർ ഇവരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഒരാളാണ് ഈ റംന എന്ന് പറഞ്ഞ പുള്ളിക്കാരി. അപ്പൊ ഈ റംന എന്ന് പറഞ്ഞ പുള്ളിക്കാരി എന്ത് ചെയ്തു, ആദ്യമൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഷാജിദനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോയും കാര്യങ്ങളെന്ന് വെച്ചാൽ ഭൂരിഭാഗം പേര് ആദ്യം ഇവർ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഇവരുടെ കയ്യിലിരിപ്പുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായപ്പോഴും പിന്നെ ഇവരുടെ ഒരു അഹങ്കാരവും ഇവരുടെ ഈ ഒരു സംസാരവും ഒക്കെ കാണുമ്പോൾ തന്നെ ആർക്കായാലും ഒരു പുച്ഛഭാവം, അതായത് നമ്മളെ കാണുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് പോലും ഒരു പുച്ഛഭാവം, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വന്നപ്പോഴാണ് എല്ലാവരും ഇവരെ ഒരു താല്പര്യം ഇല്ലാണ്ടായത്, എല്ലാവരും ഇവരെ വിമർശിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ വിമർശിച്ച ഒരാളാണ് ഈ പറഞ്ഞ റംന എന്ന് പറയുന്നത്. അപ്പൊ അവരിങ്ങനെ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അവർക്കെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഷാജിദ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ഷാജിദ എന്ത് ചെയ്ത് ഈ കോൾ റെക്കോർഡിംഗ് ഒക്കെ കേൾപ്പിച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് നൈസായിട്ട് ഈ റംനയുടെ നമ്പറും കൂടെ അറിയണമെങ്കിൽ ലീക്കായി പോയി. അപ്പൊ ഈ ലീക്കായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റംനയ്ക്ക് അതുകൊണ്ട് തലവേദനയും കാര്യം ഒരു നമ്പർ ലീക്കായി കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ കോളുകളായിരിക്കും നമുക്ക്. അപ്പൊ കോളുകളും അതേപോലെ തന്നെ ഇപ്പൊ അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫോൺ ഉപയോഗിക്കുന്നത് അവരുടെ മോനൊക്കെയാണ്, മോന് പഠിക്കാൻ വേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ആവശ്യത്തിനകത്ത് എനിക്ക് ഇമാതിരി കോളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആർക്കായാലും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിപ്പോ ആർക്കായാലും അങ്ങനെയാണ്. അപ്പൊ ഈ റംനയെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം, എന്നിട്ട് ബാക്കി പറയാം. ചെയ്യണം എന്ന് വിചാരിച്ചില്ല, കാരണം ചെയ്താലും പറയും കണ്ടന്റിന് വേണ്ടിയിട്ട്, കണ്ടന്റിന് വേണ്ടി അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇന്നീ നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അത് ആദ്യം തന്നെ പറയാം. ഇപ്പൊ ഞാൻ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കാനും കാരണങ്ങളുണ്ട് കേട്ടോ. ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് അവരോട് നേരിട്ട് പറഞ്ഞൂടെ, അവരെ വിളിച്ച് പറഞ്ഞൂടെ. ഒന്നാമത്തെ കാര്യം ഈ സാജിദ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ഇതുവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. അതേപോലെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ മെസ്സേജ് സീൻ ചെയ്തത് അപ്പൊ തന്നെ സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എനിക്ക് ഈവനിങ് ഞാൻ വീഡിയോ കിട്ടിയതിന് ശേഷമാണ് അവർ എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ എനിക്ക് ആ ഒരു വോയിസിന് റിപ്ലൈ വന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്യൂല, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ചെയ്യാൻ. എന്ത് സ്വഭാവമാണ് നോക്കണേ, ഒരാളുടെ നമ്പർ ലീക്ക് ചെയ്തിട്ട്, അതായത് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതൊരു കേസ് വരാവുന്ന ഒരു കേസാണ്. അതായത് ഇപ്പൊ എന്റെ നമ്പർ എന്റെ അനുവാദം ഇല്ലാണ്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് കാണിക്കുക. അപ്പൊ നമുക്ക് അതുപോലെ ഒരു തലവേദന, ഇപ്പൊ തൊപ്പിക്കൊക്കെ ഇതേപോലത്തെ കേസൊക്കെ വന്നിട്ടുണ്ടായി. അതായത് ഇപ്പൊ നമ്പർ കാണിച്ചിട്ട് ഇങ്ങനെ മറ്റേ ഒരു കമ്പി വലിയുടെ ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലത്തെ ഒരു വിഷയം തന്നെയാണ് ഇതും. ഈ ഷാജിദയ്ക്കെതിരെ വേണമെങ്കിൽ കേസ് എടുക്കാവുന്ന ഒരു കുറ്റം തന്നെയാണിത്. ഒരാളുടെ നമ്പർ ലീക്ക് ചെയ്തിട്ട് അത് അയാൾ ട്രിം ചെയ്ത് കളയാനാണ് പറയുന്നത്. ആ വീഡിയോന്ന് ആ ഒരു ഭാഗം കളയാ, അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ വീഡിയോ തന്നെ റിമൂവ് ചെയ്ത് കളയാന്ന് പറയുമ്പോഴത്തേക്ക് ഇവര് സമ്മതിക്കല്ല, ഞാൻ നിന്റെ നമ്പർ അവിടെ കാണിക്കൂ എന്നുള്ള രീതിക്ക് തന്നെ ഒരുമാതിരി വൈരാഗ്യ ബുദ്ധി കൂടെ. കാരണം ഒരു പരിധി വന്ന് ഞാൻ ലീക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവർ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീഡിയോയുടെ അടിയിൽ ഇവർ കമന്റ് ഇട്ടാൽ ഇവരത് റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ വിടുന്ന മെസ്സേജുകൾ ഇവർ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇവർ എനിക്ക് വിട്ട മെസ്സേജൊക്കെ ഇവർ ഡിലീറ്റ് ചെയ്ത് പോയി. ഒരു പക്ഷെ ഞാൻ വിട്ട മെസ്സേജുകളൊക്കെ ഇവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർ അതായിട്ട് ഇറക്കിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ, ആ വോയിസിൽ പറയുന്നത്, നീ ഇത്രയും കാലം യൂട്യൂബ് തുറന്നിട്ട് നീ ഗൾഫ് പോയിട്ട് അല്ലടി വൈറലായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഗൾഫ് പോയിട്ട് വൈറലായി ഞാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് കയറി വൈറലായി അൽഹംദുലില്ല, അല്ല നിന്നെ വിറ്റിട്ട് ഫേമസ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഓക്കെ. അപ്പൊ ഷാജിദ പറയാണ്ട് എല്ലാരും ഷാജിദേനെ വിറ്റിട്ടാണ് ഫേമസ് ആവണേന്നാണ്. അപ്പൊ ഇത്രയും അതായത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എല്ലാരും നിങ്ങളെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ പല പല കണ്ടന്റുകൾ ഉണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കണ്ടന്റ് ആണ് ഇപ്പൊ എല്ലാവർക്കും. അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളെ എന്തെങ്കിലും വിമർശിച്ചു അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. നിങ്ങളൊരു കണ്ടന്റ് മാത്രമാണ്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കണം. അത്ര ഇപ്പൊ എല്ലാവരും ആദ്യം നിങ്ങളെ പറ്റി വീഡിയോ ചെയ്തപ്പോഴത്തേക്കും പലർക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായി. പക്ഷെ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രം. ഏണിങ്സ് പഠിച്ചാൽ വിചാരിച്ചിട്ട് എനിക്ക് യൂട്യൂബ് കൊണ്ട് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ളൂ. ഇത് ഞാൻ അവൾക്ക് വേണ്ടി പറയുന്നതാണ്. എന്റെ കാറായാലും എന്റെ വീടായാലും ഒക്കെ ഞാൻ ഈ ഒരു യൂട്യൂബിൽ കിടന്ന് അധ്വാനിച്ചിട്ട് ഏകദേശം ചെയ്ത കാര്യം. കാറൊക്കെ ഞാൻ യൂട്യൂബിന്റെ ഏണിങ്സോട് മാത്രം എടുത്തതാണ്. അതുപോലെ എന്റെ ബിസിനസ് ആയാലും യൂട്യൂബിന്റെ ഏണിങ്സ് ആണ്. ഓക്കെ. ഈ വീടായാലും ഈ വീടിന്റെ പകുതി മുക്കാലും ഞാൻ എന്റെ യൂട്യൂബിന്റെ ഏണിങ്സ് കൊണ്ട് കൂടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ്. എന്റെ ഭർത്താവ് ഞാൻ വീട് പകുതി മുക്കാലും, ഇനി ഭർത്താവ് എവിടെയെന്നാലും ചോദിക്കേണ്ട, അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ അത്രത്തോളം നമുക്ക് അച്ചീവ്മെന്റ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പൊ ഷാജിദാനെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം, ഷാജിദാന്റെ കണ്ടന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ഞാൻ ഗൾഫ് പോയപ്പോൾ ആ വീഡിയോസ്, പിന്നെ വീട്ടിൽ വന്നിട്ട് എന്റെ പച്ചക്കറി, എന്റെ കോഴി, എന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ഷോർട്ട് വീഡിയോ പോലും ഞാൻ ഇടുമ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞാൽ നിന്റെ വീട്ടിലെ വിശേഷങ്ങൾ കാണാനാണ് ഇഷ്ടം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഈ ഷാജിദാന്റെ വിഷയം ഇടുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന
സബ്സ്ക്രൈബേഴ്സ് വന്ന് പറഞ്ഞാൽ നീ വീട്ടിലെ വിശേഷം അത് വീട് എന്നാ പറഞ്ഞു. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഓക്കെ, അപ്പൊ അവരുടെ വീഡിയോയും അവരുടെ വീട്ടിനകത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവര് പോകുന്നത്. അതാണ് അവരുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനിടയ്ക്ക് ഈ ഷാജിദയുടെ വിഷയം കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് അതിനകത്ത് റിയാക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ജീവിതത്തിന് തന്നെ ഒരു ശല്യമാവുന്ന രീതിക്കൊക്കെയാണ് ഇപ്പൊ ഈ ഷാജിദ ജെറി അവരങ്ങനെയാണ് കിടന്ന് കാണിച്ചിട്ടിരിക്കുന്നത് കാര്യങ്ങളുടെ പോക്ക്. സത്യം പറഞ്ഞാല് എന്നാലും അത് നമ്മൾ അങ്ങനെ ഇട്ടു. അതിനുശേഷം ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യാതിരുന്നത്. ഇന്ന് ഏകദേശം ഒരു 12 മണി 11:30 ആ ഒരു സമയത്ത് നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഈ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതുകാന കാസിന് ഇവിടെ പെയിന്റ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇവർ വന്നപ്പോൾ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു കോൾ വരുന്നത്. അപ്പൊ കോൾ വരുമ്പോൾ ഞാനാണ് ഫസ്റ്റ് എടുത്തത്. ഹലോ, റംനയല്ലേ? അതെ, റംനയാണ്. അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഞാൻ നിന്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ കാര്യം അത്. അപ്പൊ തന്നെ എനിക്ക് കത്തി, ഇത് എന്താ ഉടായ്പിന്റെ പരിപാടി. ഞാൻ ഗൾഫിൽ നിന്ന് ഗദ്ദാമയായിട്ടാണ് ഞാൻ നിന്ന വീട്ടിൽ. ആ ഒരു മാമ മാത്രമേ ഉള്ളൂ. എന്റെ വീഡിയോസിലെല്ലാം അത് വ്യക്തമായിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ വിട്ട വീഡിയോസ് ഒക്കെ വൈറലായതിലൊക്കെ അതുണ്ട്. ഞാൻ എവിടെയായിരുന്നു ഗൾഫിൽ, എങ്ങനെയായിരുന്നു ഗൾഫിൽ നിന്നിരുന്നത്, ആരെ വീട്ടിലാണെന്നൊക്കെ. അവിടെ ഒരു ആണ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആ വീട്ടിലില്ല. ഈ മാമയുടെ മക്കളും കാര്യങ്ങളൊക്കെ വേറെ വീട്ടിലാണ്. ഈ മാമനെ കാണാൻ പെൺകുട്ടികൾ വരും, മക്കൾ, അത് അറബികൾ മാത്രം. അല്ല, വീട്ടിൽ ഞാനും എന്റെ നാത്തൂനും ഈ മാമ വയ്യാതെ കിടക്കുന്ന മാമ മാത്രത്തേക്ക് ഞാൻ മണ്ണിൽ കാല് ചവിട്ടിയിട്ടേ ഇല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ കുവൈത്തിലായിരുന്നു. ഓക്കെ, കുവൈത്തിലാണ് ഗദ്ദാമായിട്ട് ജോലിക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ ഷാജിദാക്കെതിരെ വീഡിയോ ഇട്ടത്, ഷാജിദ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് ഷാജിദാക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളാണ് വരുന്നത്. അവളുടെ ഉമ്മാനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, അവളുടെ ഉമ്മ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട് എന്ന്. എന്തൊക്കെ ആ ഉമ്മാനെ കുറിച്ചിട്ടോ ഞാൻ ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നമ്മൾ ആരും അവരെ വോയിസോ അവരെ കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നെ കോൾ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്റെ കസിന് കുറേ വിളിച്ച് ചീത്താറ്. ഓക്കെ, അപ്പൊ കണ്ടല്ല അവരുടെ ജീവിതത്തിനകത്തേക്ക് പലരും ഈ വിളിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഒരു നമ്പർ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ പല സ്ഥലത്തും കൊടുത്തേക്കുന്നത് ഈ നമ്പർ തന്നെ ആയിരിക്കും. മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നും മാറ്റണം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അതിപ്പോ ഒരു നമ്പർ ഇതേപോലെ ഒരു കാര്യത്തിന് ലീക്ക് ആവാ, എന്നിട്ട് ലീക്ക് ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് പറഞ്ഞ കേട്ടോ അവരെ സ്കാം ആയിട്ടൊക്കെ ആൾക്കാർ വിളിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഒരാൾക്ക് ദ്രോഹം ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ നമ്പർ എടുത്തിട്ട് ഒരാൾ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ നിങ്ങൾ ഇത് തന്നെ പറയൂ. അതായത് അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ കരഞ്ഞു വിളിച്ചിട്ട് വരുമായിരിക്കും, അയ്യോ എന്റെ നമ്പർ ലീക്ക് ചെയ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കരഞ്ഞു വിളിച്ചിട്ടൊക്കെ വരുമായിരിക്കും. നിങ്ങൾ പറയണത് എന്താണെന്നോ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നോ നിങ്ങൾക്ക് തന്നെ ഒരു ബോധമില്ലാത്ത രീതിക്കാണ് നിങ്ങളുടെ ഇതിപ്പോ പോയിക്കൊണ്ടിരിക്കണതെന്ന് എനിക്ക് കണ്ടിട്ട് എനിക്ക് അതൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഷാജിദ ഇപ്പൊ ഭയങ്കര ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന ആളല്ല. അപ്പൊ ചിലപ്പോ ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടായാലും ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി ചിലപ്പോൾ അടുത്ത ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് വരുമായിരിക്കും. ഇതിനെ തുടർന്നിട്ട് ഇതാണ് ശരിക്കും ഉണ്ടായത്, അവൾ എന്റെ നമ്പറാണ് ലീക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാജിദ ഇനി ചിലപ്പോൾ ഈ അടുത്ത് തന്നെ വരുമായിരിക്കും. അല്ലാണ്ട് ഞാൻ അവളുടെ നമ്പർ അല്ല ലീക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് പച്ചക്കള്ളം വിളിച്ചു പറയും ഒരു ഉളുപ്പും ഇല്ലാണ്ട്. അപ്പൊ എനിക്ക് ഇവരോടൊക്കെ ഉള്ള റെസ്പെക്ട് മൊത്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഒരാളുടെ പ്രവൃത്തി കണ്ടിട്ടാണ് നമുക്ക് അയാളോട് റെസ്പെക്ട് ചെയ്യേണ്ടതെന്നൊക്കെ തോന്നുന്നത്. ഇപ്പൊ ഇവരുടെ ഈ ഒരു പ്രവൃത്തിയെ കണ്ടിട്ട് എനിക്ക് അവരോട് യാതൊരു റെസ്പെക്റ്റും തോന്നുന്നില്ല. ആദ്യമൊക്കെ ഇവരോട് കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായി. ഇവർ ആ ഒരു ലൈഫ് ഇവരുടെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ. പിന്നെ ഇപ്പൊ ഇവരുടെ വില ഇവര് തന്നെ കളഞ്ഞിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഒരു ഇതുമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിനൊരു ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തായാലും പോകുന്നിടത്തോളം ഇതിങ്ങനെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കണ്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാം. പലർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ, മിസ് യു.